നമസ്കാരം. 2019 ഞാൻ ജേർണലിസം പാസ് ഔട്ട് ആകുന്നത്. ഈ ഘട്ടത്തിൽ നമ്മളെ തിയറി ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാൻ വന്ന അധ്യാപകർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ക്രിമിനൽ കേസുകൾക്ക് പിന്നെ സോഫ്റ്റ് വോൺ സബ്ജക്റ്റുകൾക്കുമൊക്കെ ധാരാളം വ്യൂവർഷിപ്പ് ഉണ്ടാകാറുണ്ട് എന്ന്. അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാവുന്നത് പത്രമാധ്യമങ്ങളിൽ റിയലായി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അത് കുറച്ചുകൂടി യാഥാർത്ഥ്യമാണെന്നൊരു ബോധ്യം വന്നു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പീഡന കേസ്, അതിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ പീഡന കേസ്, അതിനുവേണ്ടി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചത്, ഇതൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട വാർത്തകളായിരുന്നു. നടിയെ ആക്രമിച്ച സംഭവത്തിന് അങ്ങനെ ഒരു പശ്ചാത്തലമില്ല, അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്, അതിജീവിതയുടെ കഥയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ദിലീപ് പുറത്തേക്ക് വരികയും കുറ്റവിമുക്തനാക്കി സെഷൻസ് കോടതിയുടെ വിധി വന്നതിന് ശേഷം ദിലീപ് കുറ്റവിമുക്തനാക്കി പുറത്തേക്ക് വരുന്നതുമൊക്കെ ട്രെൻഡിങ് വാർത്തകളായിരുന്നു. അത് അങ്ങനെ തന്നെയാണ് ആകേണ്ടതും. എന്നാൽ ദിലീപ് കുറ്റവിമുക്തനായതുമായി ബന്ധപ്പെട്ട് ഇനി അതിജീവിത അപ്പീലിലേക്ക് പോകുന്നു. അത്തരത്തിലുള്ള വാർത്തകൾക്ക് ഇനിയും രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്, അതിന് മറ്റൊരു ഫെമിനിസ്റ്റ് സൈഡ് കൂടിയുണ്ട്. ഇങ്ങനെ ഇരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വന്ന രണ്ടാമത്തെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബലാത്സംഗ കേസിൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന ഉപാധിയോടെയാണ് ജാമ്യം അനുവദിച്ചത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് ആദ്യത്തെ കേസിൽ, അതായത് ആദ്യത്തെ പീഡന പരാതിയിൽ ഒരു അതിജീവിതയായ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തപ്പോൾ സെഷൻസ് കോടതി അതിനെ തള്ളിക്കളയുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന എന്ന ഘട്ടത്തിലേക്ക് എത്താതെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള വിധി വരികയും 15-ാം തീയതിയിലേക്ക് വരുന്ന 15-ാം തീയതിയിലേക്ക് കേസ് പരിഗണിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ പരാതി വന്നത്. ഊരോ പേരോ ആളോ അറിയാതെ ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് KPCC പ്രസിഡന്റിന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നൊരു പരാതി വരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെയിൽ വായിക്കുന്ന KPCC അധ്യക്ഷൻ അത് DGPക്ക് അടക്കം ഫോർവേഡ് ചെയ്യുകയും അങ്ങനെയാണ് FIR രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ FIRലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചെന്നും ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളിയായ 23-കാരിയാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. അന്വേഷണ സംഘം ബംഗളൂരിലെത്തിയാണ് മൊഴിയെടുത്തത്. യുവതിയുടെ മൊഴി ഉൾപ്പെടെയുള്ള പ്രാഥമിക റിപ്പോർട്ട് പ്രോസിക്യൂഷൻ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ കേസിൽ മുൻകൂർ ജാമ്യം രാഹുലിന് കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ രാഹുലിൽ നിന്ന് ആശ്വസിക്കാം എന്നതേ ഉള്ളൂ. അല്ലാതെ നെഞ്ചുവിരിച്ചിനിയും സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രണ്ട് കേസും ജയിച്ച് തന്റെ ഭാഗം ശരിയാണെങ്കിൽ അത് സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും. പക്ഷേ ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ അണിയും അടിക്കുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തിനെ വലിച്ചു കീറിയിട്ടുണ്ട്, ജനസമ്മതി കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയും കഴിഞ്ഞു. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നൊരു വലിയ ഉപാധിയുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ഒടുവിൽ കഴിയാൻ സാധിക്കില്ല. ഈ രണ്ടാമത്തെ പരാതിയിൽ ശരീരമാകെ മുറിവേൽപ്പിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നും ഐ വാണ്ട് ടു റേപ്പ് യു, എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. പാനിക് അറ്റാക്കും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടിട്ടും ലൈംഗിക അതിക്രമം തുടർന്നുവെന്നും തുടർന്ന് വിവാഹം ചെയ്യാനാകില്ല എന്ന് ഈ 23-കാരിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചുവെന്നും മാനസികമായും ശാരീരികമായും തകർന്നു പോയെന്നും അതിജീവിത പറയുന്നുണ്ട്. വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നുവെന്നും വീടിന് സമീപം കാറുമായി വന്ന് കൂടെ പോരാൻ പലവട്ടം ആവശ്യപ്പെട്ടെന്നും രാഹുലിനെ ഭയമാണെന്നും അതിജീവിത മൊഴി നൽകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തൻ ഫെനി നൈനാനാണ് ഹോം സ്റ്റേയിലേക്ക് രാഹുലിനെ കൊണ്ടുപോയതെന്ന മൊഴിയുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ ഫെനി നൈനാൻ എതിർക്കുന്നുണ്ട്. ആരാണ്, എപ്പോഴാണ്, എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ, നമുക്കറിയാം ഫെനി നൈനാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കാൻഡിഡേറ്റ് ആണ്, ആ സ്ഥാനത്ത് മത്സരിക്കില്ല എന്നുള്ള വലിയ വെല്ലുവിളി വരെ ഫെനി നൈനാൻ പറഞ്ഞിരുന്നു. എന്തായാലും ആദ്യ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റ് തടഞ്ഞുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് രണ്ടാം കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം ലഭ്യമാകുന്നത്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2023 സാമൂഹിക മാധ്യമത്തിലൂടെ രാഹുൽ പരിചയപ്പെട്ടെന്നും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കൊക്കെ ഇമെയിൽ അയച്ച പരാതിയിലാണ് കേസിന് ആധാരം. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായ ഒരു ചോദ്യം, രാഹുലിന് 15-ാം തീയതി ആദ്യ ബലാത്സംഗ കേസിൽ രാഹുലിന് 15-ാം തീയതി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചാൽ രാഹുൽ ദിലീപിന് സമാനമായി പ്രതികാരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമോ എന്നുള്ളതാണ്. കാരണം സെഷൻസ് കോടതി കുറ്റവിമുക്തമാക്കിയതിനു ശേഷം ദിലീപ് പുറത്തു വന്ന് മഞ്ജുവാർ ഉൾപ്പെടെയുള്ള തനിക്ക് നേരിട്ടിനി ആരോടൊക്കെ പ്രതികാരം ചെയ്യേണ്ടതുണ്ട് എന്ന വ്യംഗ്യാർത്ഥത്തിൽ സംസാരിച്ചിരുന്നു. അതിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന B സന്ധ്യയുണ്ട്, മഞ്ജു വാര്യരുണ്ട്, നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ ദിലീപ് പണി കൊടുക്കും എന്ന തരത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തരത്തിലേക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിലീപ് പറഞ്ഞ ഒരു രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നൊന്നും നമുക്ക് അറിയാൻ ഇനിയും ആയിട്ടില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്
രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇതൊരു ആശ്വാസമാണ്. ഇനി പുറത്തിറങ്ങിയൊക്കെ നടക്കാം. പക്ഷേ ഹൈക്കോടതിയിലെ ആദ്യത്തെ ബലാത്സംഗ കേസിലെ ജാമ്യ ഹർജി അത് അതിനിർണായകമാണ്. അതിലും ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ രാഹുൽ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും പോലീസിന് രാഹുലിനെ ഇനി ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ ഒന്നാമത്തെ ഉപാധിയായ എല്ലാ തിങ്കളാഴ്ചയും വന്ന് ഒപ്പിടണമെന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും 15-ാം തീയതി ആകാൻ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. രാഹുലിന്റെ വിധിയെഴുത്ത് ഉടനെ ഉണ്ടാകും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷമാകുമെന്ന് മാത്രം.